ഡയാലിസിസ് എന്താണ്, അതിനെ പേടിക്കണം. ഇപ്പം സ്ഥിരം ഡയാലിസിസിലോട്ട് അടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഓടി രക്ഷപ്പെടണം. പക്ഷെ ഞാൻ പറയുന്നത്, നമുക്കൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മളതിനെ ഫേസ് ചെയ്യണം. ഇപ്പം ഈ ഡയാലിസിസ് ഈ പറഞ്ഞ പോലെ പോകുന്നു, ക്ഷീണിക്കുന്നു, വരുന്നു, അവശതയാകുന്നു, ജീവിതം അതോടെ തീർന്നു എന്ന് വിചാരിക്കരുത്. എന്താ കുഴപ്പം? 2 ടൈപ്പ് ഡയാലിസിസ് ഉണ്ട്. നമ്മളീ പറഞ്ഞത്, ജീവേഷ് പറഞ്ഞത് ഹീമോഡയാലിസിസാണ്. വേറൊരു ടൈപ്പ് ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ്, വയർ ഡയാലിസിസ് എന്ന് പറയും. അപ്പം ഈ ഹീമോഡയാലിസിസ് ആണ് നമ്മളിവിടെ ഒരു സൂചി കുത്തുന്നു, അല്ലെങ്കിൽ കഴുത്തിലൊരു കത്തീറ്റർ ഇടുന്നു, പെർമനൻറ്റ് കത്തീറ്റർ എന്ന് പറയും. ഇതുവഴി ഈ നമ്മുടെ ബ്ലഡ് ശരീരത്തിൽ നിന്ന് എടുത്ത് മെഷീനിൽ പോയി മെഷീൻ അതിനെ ശുദ്ധീകരിച്ച് തിരിച്ച് ബോഡിയിൽ കൊണ്ടുവരുന്നു. ഇതാണ് ഹീമോഡയാലിസിസ്. അപ്പോൾ അത് AV ഫിസ്റ്റുല എന്ന് പറഞ്ഞ ഈ കയ്യിൽ ആ നീഡിലിടുന്ന ആ സംഭവം പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ഫിസ്റ്റുല എന്ന് പറഞ്ഞ ഒരു സർജറി ചെയ്തും നമുക്ക് ഡയാലിസിസ് ചെയ്യാം, കഴുത്തിൽ കത്തീറ്ററിട്ടും ചെയ്യാം. അതാണ് ഹീമോഡയാലിസിസ്. ഇനി രണ്ടാമതൊരു ഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ്. അതായത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഡയാലിസിസ് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ആശുപത്രി വേണ്ട, നഴ്സുമാർ വേണ്ട, ഡോക്ടേഴ്സ് വേണ്ട. പേഷ്യൻ്റാണ് നേഴ്സും ഡോക്ടറും എല്ലാം, ആശുപത്രി വീടാണ്, ഒരു കുഴപ്പമില്ല. അതായത് വീടെന്ന് പറയണ്ട, അങ്ങനെ ആ ഒരു ടേം വേണ്ട. നമ്മുടെ വയറിലൊരു കത്തീറ്റർ ഇടും. ആ കത്തീറ്റർ അതൊരു ചെറിയൊരു പെർക്യൂട്ട് തൊലിയുടെ അടിയിൽ കൂടെ ഇടാൻ പറ്റും, ഒരു സർജറി ചെയ്ത് പല പല രീതികളിലിടാം. അതുവഴി നമ്മളൊരു ദ്രാവകം, നമുക്കൊരു ബോട്ടിൽ, ഒരു ബാഗ് തരും, ഫ്ലൂയിഡ്. ആ പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡ് എന്ന് പറയും. അത് ഒരു 15 മിനിറ്റ് കൊണ്ട് വയറിൽ ഫില്ല് ചെയ്ത് നമ്മൾ കയറ്റുന്നു. അപ്പോൾ അതെല്ലാം ടെക്നിക്സിൻ്റെ ട്രെയിനിങ് പേഷ്യൻറ്റിനും ബൈസ്റ്റാൻഡേഴ്സിനും നന്നായിട്ട് കൊടുക്കും. എന്നിട്ട് ഒരു 4 മണിക്കൂറോ 6 മണിക്കൂറോ ആ വെള്ളം വയറ്റിൽ കിടക്കും. നമുക്ക് ജോലി, അപ്പം സ്കൂളിൽ പോണ കുട്ടികളുണ്ട്, ഇതും വെച്ചിട്ട് ജോലിക്ക് പോകാം, വേറെ പരിപാടിക്ക് പോകാം, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, എന്ത് സൗകര്യമാണ്. അതവിടെ ഇരുന്ന്, അപ്പോൾ ഈ നമ്മുടെ കുടലിന് ചുറ്റും പെരിറ്റോണിയൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു ആവരണമുണ്ട്. ഈ ആവരണമാണ് ഡയാലിസിസ് ഫിൽട്ടറായിട്ട് ആക്ട് ചെയ്യണത്. അപ്പോൾ ഈ ആവരണത്തിൽ കൂടെ ഈ വെള്ളത്തിലുള്ള ധാതുലവണങ്ങളും ശരീരത്തിലുള്ള എക്സ്ട്രാ വന്ന മാലിന്യങ്ങളും ആ ഒരു കോൺസെൻട്രേഷൻ വ്യത്യാസമൊക്കെ വന്ന് അതിൻ്റെ ആ ഒരു, സിമ്പിളായിട്ട് പറഞ്ഞാൽ, മാലിന്യങ്ങളെ ശരീരം ഈ വെള്ളത്തിലുള്ള ഘടകങ്ങളും നമ്മുടെ ബ്ലഡിലുള്ളതൊക്കെ വെച്ചിട്ട് കുടലിന് ചുറ്റുമുള്ള ആവരണമായി പെരിറ്റോണിയം ഫിൽട്ടർ ചെയ്ത് മാറ്റും.